എല്ലാവർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ ആ ഒരു വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ സച്ചി എല്ലാ കാര്യങ്ങളും ആ ഒരു വീഡിയോയിലൂടെ പറയുക. അപ്പം രേവതി തൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ സച്ചി അവിടെ വെച്ച് പറയുന്ന സമയം നമ്മുടെ രേവതിയുടെയും കണ്ണുകളൊക്കെ നിറയുക. രേവതി നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതെ ശ്രീ, നീ ഇത് ഇപ്പം തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്തേക്ക്. ഇപ്പോൾ അതാണല്ലോ തരംഗം, അങ്ങനെയാണല്ലോ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഇല്ലാത്ത പല കഥകളും ഉള്ള പല കഥകളും ഒക്കെ ഈ ഒരു മീഡിയയിലൂടെ ആണല്ലോ നടക്കുന്നതെന്ന്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ രേവതി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ രവിയുടെ കൂട്ടുകാരൻ അശോകൻ രവിയെ വിളിച്ച് സംസാരിക്കുക. എടാ രവി, നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? എന്താ അശോക, എന്ത് കാര്യത്തെക്കുറിച്ചാണ് നീ സംസാരിക്കുന്നത്? അതെ, ഞാൻ നിനക്കൊരു വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട്. നീ ആ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞ് രവി ഫോൺ വെക്കുക. അങ്ങനെ നമ്മുടെ രവി ഫോൺ ഓൺ ചെയ്ത് നോക്കുന്ന സമയത്താണ് സച്ചി ഈ കാര്യങ്ങൾ മുഴുവനും പറയുന്നതും. അപ്പം അവൻ നിരപരാധിയാണ് എന്നുള്ള കാര്യവും നമ്മുടെ രവിക്ക് മനസ്സിലാകുന്നത്. ഈശ്വര, താൻ എന്തൊരു തെറ്റാ ചെയ്തത്, സ്വന്തം മകനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ച് രവി വലിയ വിഷമത്തിലിരിക്കുക. അങ്ങനെ ആളാണെങ്കിൽ അവിടെ നിന്നും ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ സുധിയും കൂടി അങ്ങോട്ട് വരിക. എന്താ മനുഷ്യൻ, നിങ്ങൾ എന്താ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്? എന്താ ഈ വീഡിയോയിലുള്ളത്? ഉടനെ തന്നെ രവി ആ ഫോൺ എടുത്ത് നമ്മുടെ സുധിയുടെ കയ്യിൽ കൊടുക്കുക. ദേ, നീ ഒരു കാര്യം ചെയ്യ്, ഇതാ TV കണക്ട് ചെയ്ത് എല്ലാവരും ഇതൊന്ന് കാണട്ടെ. എന്തായാലും ചന്ദ്രമതി ഇത് ഉറപ്പായിട്ടും കാണണമെന്ന് രവി പറയുന്ന സമയത്ത് ഞാൻ ഉറപ്പായിട്ടും കാണണമെന്നോ? എന്ത് വീഡിയോ ആണ് മനുഷ്യൻ നിങ്ങൾ എന്നെ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ചന്ദ്ര വളരെ ആകാംക്ഷയോടുകൂടി നിൽക്കുക. അങ്ങനെ അവരെല്ലാവരും നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി പറയുന്ന കാര്യങ്ങൾ മുഴുവനും ചന്ദ്രയും അതുപോലെ ശ്രുതിയും സുധിയും ഒക്കെ കാണുക. എല്ലാവരും സച്ചി നിരപരാധിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ അതങ്ങോട്ട് ദഹിക്കുന്നില്ല. എന്തൊക്കെയായിരുന്നു, സ്വന്തം മകനായിട്ട് പോലും സച്ചിയോട് അല്പം പോലും ദയയും സ്നേഹവും ഒന്നും കാണിക്കാത്ത ഒരു അമ്മയാണല്ലോ നമ്മുടെ ചന്ദ്രമതി. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും സച്ചിയുടെ കുറ്റങ്ങൾ മാത്രം കാണാൻ വേണ്ടിയിട്ടുള്ള കണ്ണ് രണ്ടും ഇങ്ങനെ തുറന്നു വെച്ച് കാത് രണ്ടും കൂർപ്പിച്ച് വെച്ചിരിക്കുന്ന ചന്ദ്രയ്ക്കാണെങ്കിലോ ഇപ്പൊ സച്ചി നിരപരാധിയാന്ന് പറയുന്നത് കേട്ടപ്പോൾ അതങ്ങോട്ട് ദഹിക്കുന്നില്ല. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മി അമ്മയാണ് കേട്ടോ. ലക്ഷ്മി അമ്മയും ദേവും കൂടി പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ ലക്ഷ്മി അമ്മയുടെ കൂടെ ഇരുന്ന് പൂ കെട്ടുന്ന ഒരു ചേച്ചി ലക്ഷ്മി അമ്മയോട് പറഞ്ഞു, അതെ ലക്ഷ്മി അമ്മേ, നിങ്ങൾ ഈ വീഡിയോ കണ്ടായിരുന്നോ? നിങ്ങളുടെ മരുമോൻ സച്ചി ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ഞാൻ കണ്ടില്ലല്ലോ, ആ വീഡിയോ ഒന്ന് കാണിക്കുന്നു പറഞ്ഞ് ലക്ഷ്മി അമ്മ ആ വീഡിയോ വാങ്ങി നോക്കുക. അങ്ങനെ ലക്ഷ്മിയും നമ്മുടെ ദേവും കൂടി ഈ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ സച്ചിയേട്ടൻ നിരപരാധിയാണല്ലേ? ദൈവമേ, ചേച്ചി പോലും സച്ചിയേട്ടനെ തള്ളി പറഞ്ഞല്ലോ അമ്മേ. ചേച്ചിക്ക് ഇപ്പോൾ വലിയ വിഷമമായിരിക്കും. കണ്ടില്ലേ, രേവതിയെ കുറിച്ച് സച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേന്ന് ലക്ഷ്മി അമ്മയോട് ആ കൂട്ടുകാർ പറഞ്ഞതും കേട്ടു. ശരിക്കും പറഞ്ഞാൽ സച്ചിയെ പോലെയുള്ള ഒരു പയ്യനെ കിട്ടിയത് എൻ്റെ മോളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് ശരി തന്നെയാട്ടോ. അങ്ങനെ നമ്മുടെ ലക്ഷ്മി അമ്മയും ദേവും ഒക്കെ സച്ചി നിരപരാധിയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഈ വീഡിയോ ആണെങ്കിലോ പെട്ടെന്ന് തന്നെ വൈറലായി. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സച്ചിക്ക് സ്റ്റേഷനിൽ നിന്നൊരു കോള് വരിക. അങ്ങനെ ആ കോള് വന്നതനുസരിച്ച് സച്ചിയും രേവതിയും ശ്രീകാന്തും കൂടി സ്റ്റേഷനിലേക്ക് എത്തി. അപ്പം SI സാർ ആണെങ്കിൽ അൾട്ര ഭയങ്കര ഡീസൻ്റ് ആയിട്ട് നമ്മുടെ സച്ചിയോട് പെരുമാറുക. സച്ചിയിട്ട് മുക്ര കുത്തിച്ച മനുഷ്യനാ. പുള്ളിക്കാരൻ്റെ ഭാഗത്ത് നിന്നുള്ള തെറ്റാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ആളാണെങ്കിൽ സച്ചിക്ക് വല്ലാണ്ട് പരിഗണന കൊടുത്തു. ഇവിടെ ഇരിക്കുക കേട്ടോ, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാ. അല്ല, നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ചായ വേണോ അതോ കൂൾ ഡ്രിങ്ക്സ് വേണോ എന്നൊക്കെ സച്ചിയോടും രേവതിയോടും ചോദിക്കുക. വേണ്ട സാറേ, എനിക്ക് എൻ്റെ കാറ് മാത്രം മതി. അതെൻ്റെ ജീവനാണ് സാറേ. എൻ്റെ ഭാര്യ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ആ കാർ എനിക്ക് വാങ്ങി തന്നതെന്നൊക്കെ സച്ചി പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം SI സാർ പറഞ്ഞു, അതെ മോളിന്ന് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നേ, അതുകൊണ്ട് മാത്രം കേട്ടോ ഇങ്ങനൊരു അബദ്ധം പറ്റിപ്പോയത്. ശ്രീകാന്ത് ആണെങ്കിൽ ഇയാളുടെ ഈ ന്യായീകരണം കേട്ടിട്ട്
അതങ്ങോട്ട് ദഹിക്കാത്ത രീതിയിൽ ശ്രീ പറഞ്ഞു, അതെ സാറേ, ഇങ്ങനെയുള്ളൊരു കേസ് വരുമ്പോൾ തന്നെ അയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമെങ്കിലും വേണ്ടേ? അല്ലാതെ അയാളെ പിടിച്ചോണ്ട് പോയിട്ട് ഇത്ര ആൾക്കാരുടെ മുന്നിൽ ഇപ്പൊ എന്റെ സച്ചിയേട്ടൻ മുഴുകൊടിയനായിട്ട് നിന്നില്ലേ? 2 ദിവസം എന്റെ സച്ചിയേട്ടനെ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാവും. ശരിയാ മോനെ, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. ഇതിനി ഒരു പ്രശ്നമാക്കരുത്. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം യഥാർത്ഥ പ്രതിയായിട്ടുള്ള നമ്മുടെ ആന്റണിയെ പിടിച്ചോണ്ട് വരിക പോലീസുകാര്. അവർ വന്നിട്ട് രേവതിയുടെയും സച്ചിയുടെയും മുന്നിൽ ആന്റണിയെ നിർത്തി. സാറേ, ദേ ഈ നിൽക്കുന്നവനാ എന്റെ സച്ചിയേട്ടനെ കുടിക്കരുതെന്ന് രേവതി പറഞ്ഞപ്പം ഇവനെ ഞങ്ങൾ അപ്പം തന്നെ പൊക്കിയായിരുന്നു. ഇനി ഒരിക്കലും ഇവൻ എന്തായാലും ഇതുപോലെയുള്ള ചെറ്റത്തരം കാണിക്കത്തില്ല. ഇവന് ചെറിയ പോക്കറ്റടിയും ഇച്ചിരി പലിശക്ക് കൊടുപ്പും അതുമൊക്കെ മാത്രമായിട്ട് ഇവൻ ജീവിച്ചോണ്ടിരുന്നതാ. ഇപ്പം ഇതുപോലെയുള്ള പരിപാടിയൊക്കെ തുടങ്ങിയെന്നറിഞ്ഞപ്പം ഇവനെ അങ്ങ് പൂട്ടാന്ന് വിചാരിച്ചു. സാറേ, എന്നെ വെറുതെ വിടാൻ പറ്റുമോന്ന് ആന്റണി പോലീസുകാരനോട് ചോദിച്ചതും ആന്റണിയെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും സാറേന്ന് രേവതി പറയുക. അങ്ങനെ നമ്മുടെ ആന്റണിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ആന്റണി ആണെങ്കിൽ പെട്ടു നിൽക്കുന്ന അവസ്ഥ. രേവതിയും സച്ചിയും ആണെങ്കിലും ഒരടി പോലും പുറകോട്ട് മാറാത്ത ഒരവസ്ഥ. ഇനി എന്ത് ചെയ്യും? ആന്റണിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഡീല് സംസാരിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. 1 ലക്ഷം രൂപ ഞാൻ ഇവർക്ക് കൊടുക്കാൻ സാറേ. അങ്ങനെയാണെങ്കിൽ എന്നെ ഈ കേസിൽ നിന്നൊന്ന് വിടാവോ? അപ്പം ഈ SI സാറാണെങ്കിൽ സച്ചിയോടും രേവതിയോടും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അയാൾ 1 ലക്ഷം രൂപ തരും. ആ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾക്കും പ്രശ്നം ഉണ്ടാവില്ല. അയാൾക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്നാണല്ലോ പറഞ്ഞത്. നടക്കില്ല സാറേ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിയും രേവതിയും അവിടെ നിന്ന് എഴുന്നേക്കുക. സാറേ, ഇവനെ പോലെയുള്ള ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം ഞാൻ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിലേ ഇവന്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങിച്ച് ഈ കേസ് അങ്ങ് അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല സാറേ. ഇവനെതിരെ കേസ് ചാർജ് ചെയ്തോ, ബാക്കി വരുന്നതൊക്കെ വരുന്നിടത്ത് വെച്ച് കണ്ടോളാന്ന് സച്ചിയും രേവതിയും പറഞ്ഞു. അതിനുശേഷമാണെങ്കിലോ ആന്റണിയെ ആ പോലീസുകാരൊക്കെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവർ എന്തൊക്കെയോ ഒരു ബുക്കിലൊക്കെ സൈൻ ചെയ്യിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയമാണെങ്കിലും ആ SI സാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സച്ചിയുടെ താക്കോലും അവിടെ പോയി ഒരു ഒപ്പിട്ടതിന് ശേഷം മേടിച്ചോട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന്. അപ്പം സച്ചിയും രേവതിയും കൂടി ഈ താക്കോല് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത്, അതെ സച്ചിയേട്ടാ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ വൃത്തികെട്ടവനാണല്ലോ. അവൻ എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിന്റെ ഭർത്താവ് മുഴുക്കൊടിയനാണെന്ന്. അതൊക്കെ കേട്ടിട്ട് എനിക്ക് സഹിക്കാനേ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ സച്ചിയേട്ടനെ കൊണ്ട് 2 അടി അടിപ്പിക്കണമെന്ന് പോലും ഞാനപ്പം ചിന്തിച്ചതാ. എൻ്റെ കൈ തരിച്ചിട്ട് വയ്യ സച്ചിയേട്ടാന്ന് രേവതി പറയുക. പോലീസ് സ്റ്റേഷനാണെന്ന് പോലും നോക്കാതെ സച്ചിയാണെങ്കിലോ, നിനക്ക് അങ്ങനെ തോന്നിയല്ലേ? നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നേരത്തെ പറയണ്ടേ രേവതി? ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് പോലും ഞാൻ നോക്കത്തില്ല. എന്തായാലും സച്ചി അവിടെ വെച്ച് നമ്മുടെ ആന്റണി എടുത്തിട്ട് അങ്ങ് അലക്കുക. പോലീസുകാരൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് ആന്റണിയുടെ കവളത്ത് സച്ചി 2-3 അടി അങ്ങ് വെച്ചു കൊടുത്തു. അങ്ങനെ സച്ചിയുടെ അടി കൊണ്ട് ആന്റണി അവശനായി. ഈ സമയമാണെങ്കിൽ പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, എടോ താൻ എന്തേ കാണിക്കുന്നത്? സാറേ, എൻ്റെ ഭാര്യ ഒരാഗ്രഹം പറഞ്ഞു, അതിവിടെ വെച്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെ വെച്ചാ ചെയ്യേണ്ടത്? അതുകൊണ്ട് ആ ആഗ്രഹം അങ്ങ് തീർത്തതാ. സാറേ, ഒന്നും വിചാരിക്കരുത് കേട്ടോ, ഇനി ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞ് ആ പോലീസുകാരൻ സച്ചിയും രേവതിയും അവിടുന്ന് പറഞ്ഞയക്കുക. അപ്പൊ ഇതൊക്കെയാണ് നാളത്തെ വിശേഷത്തിലുള്ളത്. എന്തായാലും സച്ചി ആഗ്രഹിക്കുന്നത് പോലെ സച്ചി നിരപരാധിയാണ് എന്നുള്ള സത്യം പലരും മനസ്സിലാക്കിയിരിക്കുന്നു. ആ കൂടെ സച്ചിക്ക് വേണ്ടപ്പെട്ട നമ്മുടെ രേവതിയും രവിയും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഓക്കെ, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.